ഹായ്, രാവിലെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കടുപ്പത്തിലൊരു ചായയാണ്. ഒരുപാട് വൈകിട്ടാണ്, എന്നാലും ഒരു ചായയിൽ തുടങ്ങിയത് ഇന്നത്തെ ദിവസം. ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ, എപ്പോൾ ഈ സിന്ധു സതീശൻ എന്ന് പറയുന്നത്. പിന്നെ പാത്രമെല്ലാം കഴുകിക്കഴിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോഴത്തെ കേട്ടൻ ചായ കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളി ചായ നേട്ടം നോക്കുന്നുണ്ട് ഏട്ടൻ. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ അധികം തിരക്കൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് ഇന്ന് മറ്റേതല്ലേ, ഈസ്റ്റർ അല്ലേ, ഫുൾ ആൾക്കാർ ആഘോഷമായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ശനി ഞായർ എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ സാധാരണയായിട്ട് കച്ചവടം കുറച്ച് കുറവായിരിക്കും. ഈ IT കമ്പനിയിലത്തെ ആൾക്കാരൊക്കെ ലീവായിരിക്കും. അതുകൊണ്ട് പിന്നെ അതുമല്ല, ഞാൻ ഹെൽത്തിൽ കുറച്ച് പ്രോബ്ലം, അതുകൊണ്ട് ഇന്ന് കുറേ ലേറ്റായിട്ട്. ഇന്ന് എത്ര 7:30 കണ്ടില്ല ഏട്ടാ, ഇന്ന് 7:30 കണ്ടില്ല തുറന്നിന്, 7:30 കണ്ടാണ് കട തുറന്നിട്ടുണ്ടായിട്ടുള്ളത്. ഒട്ടും വയ്യ, ഒരു ചായ കുടിക്കുമ്പോഴത്തെ ഒരു സ്ട്രോങ് ആയി. പിന്നെ ഞാൻ പറയില്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ അധികം ചായ ഉണ്ടാക്കില്ല. പിന്നെ ചായയുടെ കടിയും ചോറും കറിയെല്ലാം ആക്കലുണ്ട്. ചായ കടയിൽ തന്നെ കുടിക്കുക, അല്ലാണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കലേ ഇല്ല. പിന്നെ എപ്പോഴെങ്കിലും ലീവ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് വീട്ടിൽ നിന്ന് ചായ ആക്കുക, അല്ലെങ്കിൽ കടയിൽ തന്നെ കുടിക്കുകയാണ് ചെയ്യാറ്. പിന്നെ അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്ന എല്ലാവർക്കും പിന്നെ ആശംസകൾ നേരുന്നു. ബന്നു വേണ്ട, എനിക്ക് ബന്നു ഇഷ്ടമല്ല. പിന്നെ ഏട്ടൻ ബന്നു വേണമെന്ന് ചോദിക്കുന്നത് ഇതിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട്. ബന്നു ഇഷ്ടമല്ല എനിക്ക്. ചുമ ഇതുവരെ മാറിയിട്ട് എനിക്ക് ഏകദേശം പിന്നെ 2 ആഴ്ച ആവാനേ തോന്നുന്നു ചുമ. ഈ ചുമ മാറാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, കുറച്ച് മാറുമ്പോഴേക്കും ഞാൻ കൃഷ്ണതുളസി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 3 ബോട്ടിൽ ഓൾറെഡി ഞാൻ കുടിച്ച്, ഇത് 4ാമത്തെ ബോട്ടിലായിപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് കുറയുമ്പോഴേക്കും ഞാൻ ഒന്നുമില്ല കൂൾ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കും, അല്ലെങ്കിൽ പിന്നെ ജ്യൂസ് അടിച്ച് കുടിക്കും. ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഈ തണുപ്പ് കുടിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കൂലേ. അങ്ങനെ ഞാൻ തണുത്തത് കുടിച്ച് പോയ ചുമ ആദ്യം വരും. രാത്രിയിലൊന്ന് ഭയങ്കര പ്രശ്നം, എഴുന്നേറ്റ് ഇരിക്കേണ്ടിയല്ലേ വരും ഉറങ്ങുന്നെടുക്കുന്നു ചുമക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തണുപ്പ് കുടിക്കരുതെല്ലാം വിചാരിക്കും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ചൂടിനിങ്ങനെ അറിയാതെ കുടിച്ചു പോകും. പിന്നെ വേഗം കുറയുമെന്ന് വിശ്വസിക്കുന്നു. എന്താ പറയുക, ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ ഷോപ്പിലുള്ളത് വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. കുറച്ച് പിന്നെ തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ട്. കസ്റ്റമർ വന്നിട്ടുണ്ട്, മറ്റേ ഇതിന് വേണ്ടിയിട്ട്, എന്താ പറയുക, ബട്ടർ ഫ്രൂട്ടിന് വേണ്ടിയിട്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഇടയിലധികം ഏകദേശം ആൾക്കാരൊക്കെ ജ്യൂസിന് നമ്മുടെ അടുത്തൊക്കെ തന്നെയാണ് വരിക. പിന്നെ സതീഷ് ഭായിൻ്റെ കടയിലെ ജ്യൂസ് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വരിക. ഏട്ടൻ നന്നായിട്ട് ജ്യൂസും ചായയൊക്കെ ഉണ്ടാക്കും. പിന്നെന്താണ്, പിന്നെ ഭയങ്കര ക്ഷീണം. ഇനിയിപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് കുറച്ചും കൂടി പണിയിട്ട് ചുമ എന്നെല്ലാം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചുമ. ഇപ്പം എന്നാലും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഒരിക്കൽ കൂടി ഈസ്റ്റർ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോ വരുന്നു. ഓക്കെ, ബൈ.